Welcome. Praise the Lord. Praise the Lord. Praise. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ നന്ദി പറയുകയാണ്. एक और आशीषित समय प्रभु की उपस्थिति में हमें मिला, उसके लिए मैं प्रभु को धन्यवाद देता हूँ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സെർമൺ ഓൺ ദ മൗണ്ട് ദൈവവചന ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. हम जो पहाड़ी उपदेश के बारे में सीख रहे हैं, एक और बार उसकी और हम परमेश्वर के वचन के सामने बड़े ध्यान के साथ में बैठेंगे. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ തിരുവചനം എത്രമാത്രം ആധികാരികതയോടെ പഠിക്കണം എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. हमें ये बात याद रखनी है कि एक परमेश्वर की संतान होने के नाते परमेश्वर के वचन का अध्ययन करना, उसको सीखना हमारे लिए कितना महत्वपूर्ण है. ഈ ലോകത്തിൽ നാം ജീവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് ജീവിക്കുവാൻ കഴിയുക. इस दुनिया में जब हम जिंदगी बिताते हैं, हमारी जिंदगी परमेश्वर के पवित्र वचन के अनुसार होनी चाहिए. ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. दुनिया में अगर हम देखें तो दुनिया में किसी का भी कोई लक्ष्य नहीं है, जो जैसे चाहता है अपनी मर्जी से अपनी जिंदगी जी रहा है. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ആള് ഒരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. लेकिन एक परमेश्वर के जन को अगर हम देखें तो हम साफ साफ समझ सकते हैं कि वो एक लक्ष्य की ओर जा रहा है. എന്തോ മനസ്സിലാക്കിയ രീതിയിൽ ഏതോ ഒരു ലക്ഷ്യത്തെ നോക്കിയാണ് ആ വ്യക്തി ഓരോ ദിവസവും ജീവിക്കുന്നതെന്ന് മറ്റെല്ലാവർക്കും മനസ്സിലാകുവാൻ കഴിയും ആ വ്യക്തി ജീവിതത്തെ നോക്കുമ്പോൾ. बाकी सब लोग जब उस व्यक्ति को देखते हैं तो इस बात को देख सकते हैं कि उसको कुछ समझ में आया है और वो जो उसने समझा उसके हिसाब से वो किसी लक्ष्य के पीछे जा रहा है. സാധാരണ മനുഷ്യരെ പോലെ സമയത്തെ വേസ്റ്റ് ചെയ്യുന്നില്ല. സാധാരണ മനുഷ്യരെ പോലെ ഈ ലോകകാര്യങ്ങളിൽ അമിതമായ പ്രാധാന്യം കൊടുത്ത് തന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. വളരെ വ്യക്തമായ രീതിയിൽ തിടുക്കത്തിലുള്ള ജീവിത രീതിയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കാണുക. दूसरों की तरह टाइम को खराब नहीं करता, दूसरों की तरह इस दुनिया की बातों को जरूरत से ज्यादा महत्व नहीं देता है. तो ऐसा एक परमेश्वर के जन की, परमेश्वर की संतान की जिंदगी में एक जिंदगी एक ऐसी नजर आती है कि वो किसी चीज की ओर तेजी से भाग रहा है. വ്യക്തമായി കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി, വ്യക്തമായി കർത്താവിനെ കണ്ട ഒരു വ്യക്തി തിടുക്കം കാണിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുള്ള അധമ്യമായ ആഗ്രഹമാണ്. प्रभु को स्पष्ट रूप से देखने और समझने वाला एक व्यक्ति इसलिए तेजी दिखाता है, जल्दबाजी दिखाता है, क्योंकि उसको पता है कि जितना समय उसको इस दुनिया में मिला है वो बहुत जल्दी बीत जाने वाला है. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെർമൺ ഓൺ ദ മൗണ്ടിലേക്ക്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലേക്ക് നോക്കുമ്പോൾ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. मत्ती का सुसमाचार 5वां, 6वां, 7वां अध्याय जब हम देखते हैं, पहाड़ी उपदेश के अंदर 6 मुख्य बातों को हम उसमें देख सकते हैं. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളമുള്ള 6 വിഷയങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. हम ये देख सकते हैं कि एक परमेश्वर के जन से जुड़ी हुई 7 मुख्य बातें या मुख्य विषय उनमें दिए गए हैं. 6 അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 1 മുതലുള്ള 12 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യന്റെ ക്യാരക്ടർ, ഒരു വിശ്വാസിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന് അവിടെ പഠിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 5 का 1 से 12 तक के वचनों को जब हम देखते हैं तो हम देख सकते हैं एक विश्वासी का, एक मसीही का चरित्र कैसा होना चाहिए, उसका स्वभाव कैसा होना चाहिए. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനി താൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുന്നു. 13 से 16 तक के वचनों में हम देखते हैं कि एक मसीही, एक विश्वासी जिस जगह पे रहता है वहां किस तरह का असर उसको लोगों पर छोड़ना चाहिए, उसके बारे में हम सीखते हैं. അതേ 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ
ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ റൈച്ചസ്നെസ്, അതായത് നീതി, എങ്ങനെ മറ്റുള്ളവരെ ലോകത്തിൽ ആരിലും കാണാത്ത ഒരു നീതി ഒരു ദൈവ പൈതൽ ഒരു ക്രിസ്ത്യനിൽ എങ്ങനെ ഉണ്ടായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. 5 का 17 से 48 तक के वचन हमें ये सिखाते हैं कि मसीही जिंदगी की धार्मिकता कैसी होनी चाहिए, दूसरे किसी भी व्यक्ति में जो नजर नहीं आती है, मसीह की वो धार्मिकता एक विश्वासी में, एक मसीही में कैसी दिखनी चाहिए। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദൈവവിധന്റെ ലക്ഷ്യം, മോട്ടിവേഷൻ എന്തായിരിക്കണം ആ വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നവിടെ പഠിപ്പിക്കുന്നു. 6 का 1 से 34 तक के वचन हमें ये दिखाते हैं कि एक विश्वासी की, एक मसीही के जीवन की प्रेरणा क्या होनी चाहिए, उसकी जिंदगी का लक्ष्य क्या होना चाहिए। 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദൈവ പൈതലിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ചുറ്റുപാടുമുള്ളവരോടുള്ള ബന്ധത്തെ കുറിച്ച്, തന്റെ ബന്ധങ്ങളെ കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. 7 का 1 से 12 तक के वचनों में हम देख सकते हैं कि एक मसीही के अपने आसपास के लोगों के साथ रिश्ते कैसे होने चाहिए, उसके बारे में बताया गया। 7-ാം അധ്യായത്തിന്റെ 13 മുതൽ അവസാനത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഒരു ക്രിസ്ത്യന്റെ ഡെസ്റ്റിനി, നമ്മുടെ ഭാവി എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നാം എവിടെയാണ് ചെന്ന് അവസാനിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. और 13 से आगे के वचन हमें ये सिखाते हैं कि एक मसीही की नियति क्या है, हमें अंत में कहाँ पहुंचना है, उसका लक्ष्य कहाँ है, जहां उसको पहुंचना है, उसके बारे में बताया गया। സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഇതിന്റെ ചുരുക്കത്തിൽ ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ 28-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കും, 29-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ തുടക്കം മുതൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, നമ്മുടെ ശൈലി എങ്ങനെയായിരിക്കണം, നമ്മുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കണം, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഈ വിധ വിഷയങ്ങളാണ് നമ്മൾ ഈ 3 അധ്യായങ്ങളിൽ പഠിക്കുന്നത്. मेरे भाई और बहनों, इन तीनों अध्यायों को 5 का 1 से लेकर 7वें अध्याय का 29वां वचन, वहां तक जब हम देखते हैं तो हम ये देख सकते हैं कि मसीही जिंदगी की शुरुआत कैसी होनी चाहिए, उसको जिंदगी में हमें आगे कैसे बढ़ना है, उसके बारे में अंत की ओर कैसा होना है, उन सब के बारे में इन वचनों में हमें बताया गया है। അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദൈവവചന ഭാഗമായതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്രയും സമയമെടുത്ത് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ये परमेश्वर के वचन का हिस्सा इतना महत्वपूर्ण है, इसीलिए परमेश्वर के जनों हम इसमें इतना समय लगाकर सीखने की कोशिश कर रहे हैं। ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന 7-ാം അധ്യായത്തിൽ നിന്ന് आज हम 7वें अध्याय में से सीखने जा रहे हैं। 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നമ്മൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 1 से आगे हम पढ़ना चाहते हैं। 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 7 का 1 से 6 तक के वचन मैं आपको पढ़कर सुनाऊंगा। നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. കർത്താവിന്റെ ദാസനം ഒന്ന് വായിച്ചാൽ. मत्ती 7 का 1 से 6 तक के वचन। दोष मत लगाओ कि तुम पर भी दोष न लगाया जाए, क्योंकि जिस प्रकार तुम दोष लगाते हो उसी प्रकार तुम पर भी दोष लगाया जाएगा, और जिस नाप से तुम नापते हो उसी नाप से तुम्हारे लिए भी नापा जाएगा। तू क्यों अपने भाई की आंख के तिनके को देखता है और अपनी आंख का लट्ठा तुझे नहीं सूझता? जब तेरी ही आंख में लट्ठा है तो तू अपने भाई से कैसे कह सकता है, ला मैं तेरी आंख से तिनका निकाल दूं? हे कपटी, पहले अपनी आंख में से लट्ठा निकाल ले, तब तू अपने भाई की आंख का तिनका भली भांति देख कर निकाल सकेगा। पवित्र वस्तु कुत्तों को न दो और अपने मोती सूअरों के आगे मत डालो, ऐसा न हो कि वे उन्हें पांवों तले रौंदे और पलट कर तुमको फाड़ डालें। സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേര് മറ്റുള്ളവരെ വിധിക്കാത്തവരായിട്ടുണ്ട്?
भाइयों, हम में से ऐसे कितने लोग हैं जो दूसरों पर दोष नहीं लगाते? നമ്മൾ ഒരു പക്ഷേ വായി കൊണ്ട് പറയുന്നില്ലായിരിക്കാം, എന്നാൽ ചില വ്യക്തികളെ കാണുമ്പോൾ, ചില വ്യക്തികളുടെ രീതികൾ കാണുമ്പോൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ അവരെ വിധിക്കാറില്ലേ? हो सकता है हम मुंह से बोलकर कुछ नहीं कहते होंगे, पर कुछ लोगों को जब हम देखते हैं, उनका उनको उनको जब बाहरी रूप से हम देखते हैं, उनका तौर तरीका देखते हैं, तो क्या अपने मन में हम उनको दोषी नहीं ठहराते? നാം വിധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷമായ ചില കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾക്ക് തന്നെ തോന്നിക്കുക. ആ പറയുന്ന കാര്യങ്ങളോ ചിന്തിക്കുന്ന കാര്യങ്ങളോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയാകണമെന്നില്ല. दोष लगाने का मतलब ये है कि जब एक व्यक्ति को हम ऊपरी तौर पर देखते हैं, तो उसके बारे में हमारे मन में जो जो विचार आते हैं, वो विचार जरूरी नहीं कि उस व्यक्ति के बारे में सही हो। ഇവിടെ ഈ വചനത്തിൽ ആദ്യമായിട്ട് ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ അങ്ങനെ മറ്റൊരു വ്യക്തിയെ നമ്മൾ വിധിക്കരുത്. यहाँ पहले वचन में लिखा है कि अगर हम चाहते हैं कि हम पर दोष न लगाया जाए, तो हमारे लिए ये जरूरी है कि हम भी किसी दूसरे व्यक्ति पर दोष न लगाएं। നമ്മൾ വിധിക്കുന്ന പലതും ഒന്ന് ഓർത്ത് നോക്കിയേ, 99% വിധികളും ദോഷമായിട്ടുള്ള വിധികളാണ് നമ്മൾ വിധിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് നമ്മൾ വിധിക്കുന്നത്. आप सोच कर देखिए कि जो हम दूसरों के बारे में सोचते हैं, उसमें से 99% गलत ही होता है। हम दूसरों को दोषी ठहराते हैं। കർത്താവ് പറഞ്ഞത് വിധിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ദോഷ കണ്ണുകളോടുകൂടി, ദോഷദൃക്കുകളോടുകൂടി ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുകയോ ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയോ ചെയ്യുന്നതാണ് ദോഷമായ വിധി. प्रभु यहाँ पे जब कह रहा है कि दोष मत लगाओ, तो एक व्यक्ति की बुराई करने के इरादे से किसी व्यक्ति के बारे में सोचना या फिर किसी दूसरे को उसके बारे में बताना, वो दोष लगाना है। നമ്മൾ എത്ര പേര് ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലതായിട്ട് വിധിക്കാറുണ്ട്, നല്ല കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, നല്ല കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാറുണ്ട്. हम में से कितने लोग एक व्यक्ति के बारे में अच्छी बातों को देखते हैं, उसके बारे में अच्छी बातें सोचते हैं और उसके बारे में अच्छी बातें दूसरों को बताते हैं। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ വിശ്വസ്തയോടെ ചിന്തിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥതയോടെ പറയുകയാണെങ്കിൽ, നല്ലത് പറയുന്നതിനേക്കാൾ, നല്ലത് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ദോഷമായി പറയുകയും ദോഷമായി ചിന്തിക്കുകയും ചെയ്യുന്നു. मेरे भाइयों और बहनों, अगर आप सच्चाई से, अगर आप ईमानदारी से सोचेंगे, तो आपको पता चलेगा कि हम अच्छाई की बजाय बुराई के बारे में ज्यादा सोचते हैं, दूसरे की बुराई ज्यादा बोलते हैं। എന്തുകൊണ്ടാണ് വിധിക്കുന്നത് അപകടമാകുന്നതെന്നറിയാമോ? വിധിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നമ്മൾ വിധിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ചെയറിൽ, ഇരിപ്പിടത്തിൽ കയറിയിരുന്നു കൊണ്ട് ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുക. दोष लगाना खतरनाक क्यों हो जाता है? क्योंकि जब हम दोष लगाते हैं, दोष लगाने का अधिकार सिर्फ परमेश्वर को है, और जब हम किसी दूसरे पर दोष लगा रहे हैं, तो इसका मतलब हम परमेश्वर की कुर्सी पर बैठकर जो काम परमेश्वर करता है, उसका काम हम कर रहे हैं। അതുമാത്രമല്ല, ദൈവം ഒരാളെ വിധിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയവും ആ വ്യക്തിയുടെ ചിന്തകളും നിരൂപണങ്ങളും അറിഞ്ഞിട്ടാണ് ദൈവം വിധിക്കുന്നത്. ആ വിധി എപ്പോഴും സത്യമാണ്. सिर्फ इतना ही नहीं, जब परमेश्वर किसी व्यक्ति पर दोष लगाता है, तो उस व्यक्ति की सोच को, उसके विचारों को, उसके अंदर सब कुछ परखने के बाद वो जानता है, उसके बाद वो दोष लगाता है, और वो जो बोलता है वो सही होता है। എന്നാൽ നമ്മൾ ഒരാളെ വിധിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എന്തെങ്കിലും കണ്ടത് കൊണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്ത് ഉദ്ദേശത്തോടെയാണ് ആ വ്യക്തി അത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയാതെയാണ് നമ്മൾ വിധിക്കുന്നത്. पर हम एक व्यक्ति पर जब दोष लगाते हैं, तो हमें जो नजर आता है या फिर हम जो सोचते हैं, उसके बारे में हम उस व्यक्ति पर दोष लगाते हैं, पर हमें ये नहीं पता कि उसके पीछे क्या हुआ है या किस उद्देश्य से व्यक्ति ने वो काम किया है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, മറ്റുള്ളവരെ വിധിക്കുവാനുള്ള ആ ത്വര അല്ലെങ്കിൽ ആ ടെംപ്റ്റേഷൻ നമ്മളിൽ എപ്പോഴും വലുതാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, വിധിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളൊന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. तो भाई और बहनों, हमारे अंदर ये परीक्षा बहुत बड़ी है कि हम दूसरों पर दोष लगाते हैं, उन्हें दोषी बहुत जल्दी ठहरा देते हैं, पर दूसरों पर दोष लगाने से पहले, उनके बारे में बुरा सोचने से या कहने से पहले हमें एक पल खुद को रोकना है। നമുക്കറിയാം, ദൈവവചനത്തിൽ നമ്മളൊരു ഭാഗത്ത് പഠിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ കല്ലെറിയേണ്ടതിന്
യഹൂദന്മാരെല്ലാം കൂടെ അതുപോലെ തന്നെ സദൂക്യരും പരീശരും എല്ലാവരും കൂടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम जानते हैं कि प्रभु यीशु मसीह के पास शास्त्री, फरीसी, सदूकी, यहूदी सब मिलकर एक औरत को लेकर आते हैं जिस पर वो पत्थरवाह करना चाहते हैं. ലോകത്തിൽ ആര് നോക്കിയാലും സത്യമാണ്, ആ സ്ത്രീ ഒരു പാപിനിയായ സ്ത്രീയാണ്. दुनिया में अगर कोई भी देखे तो वो सच है जो वो लोग कह रहे हैं कि वो एक पापी औरत है. എന്നാൽ കർത്താവ് എന്താണ് അതിന് കൊടുത്ത മറുപടി എന്നറിയാമോ? നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ, ആദ്യം കല്ലെറിയട്ടെ. पर प्रभु उनको क्या जवाब देता है? प्रभु कहता है तुम में से जो निष्पाप हो वो पहले पत्थर मारे. കാരണം എന്തെന്ന് ചോദിച്ചാൽ ലോകം അവളിലാണ് പാപം കാണുന്നത്, എല്ലാവരും അവളിലാണ് പാപം കാണുന്നത്. എന്നാൽ ഈ പാപം കാണുന്ന വ്യക്തികളിലുള്ള പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. उसका कारण क्या है कि दुनिया उस औरत में पाप को देखती है, लोग उस औरत में पाप को देखते हैं, पर उस औरत के पाप को देखने वाले उन लोगों के अंदर खुद के पाप को देखने की आंखें नहीं है. അത് മാത്രമല്ല, ഈ സ്ത്രീ പാപത്തിൽ വീഴുവാനുണ്ടായ സാഹചര്യം എന്താണ്, ഏത് പാപത്തിലാണ് അവൾ വീണുപോയത്, എന്തുകൊണ്ടാണ് അവൾ വീണുപോയത്, സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എത്ര കാലം അവൾ പാപം ചെയ്തു, ഇപ്പോൾ അവൾ പാപം ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല. ആരോ നമ്മളോട് പറഞ്ഞു, നമ്മൾ ആ ലേബലിൽ അവളെ വിധിക്കുന്നു. और हमें ये भी नहीं पता कि किस कैसी परिस्थितियों में आकर उस औरत ने वो पाप किया, किस तरह का पाप किया, क्या वो अब भी उस पाप को कर रही है, हमें कुछ भी नहीं पता. हमसे किसी ने कहा और हमने उस पर बस ठप्पा लगा दिया कि वो पापी है. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയൊരു അപകടമാണ് ഇതിന്റെ മധ്യത്തിലുള്ളത്. मुझे सुनने वाले भाई और बहनों, इसमें एक बहुत बड़ा खतरा है. കാരണം കർത്താവ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. क्योंकि दूसरे वचन में प्रभु कहता है जिस प्रकार तुम दोष लगाते हो उसी प्रकार तुम पर भी दोष लगाया जाएगा, और जिस नाप से तुम नापते हो उसी नाप से तुम्हारे लिए भी नापा जाएगा. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം വിധിക്കുവാൻ തക്കവണ്ണം കൂടുതൽ ധൃതിയുള്ളവരാണെങ്കിൽ വിധിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ വിധിക്കുവാനും മറ്റുള്ളവരെ പരിഹസിക്കുവാനും മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ചെറുതായിട്ട് കാണുവാനുമുള്ള ചിന്തകളാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ ഇതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ദൈവം നമ്മളോട് പെരുമാറും എന്നാണ് ഈ വചനം പറയുന്നത്. ये वचन हमें ये बता रहा है कि अगर दूसरों को दोषी ठहराने में हम जल्दबाजी दिखाते हैं, दूसरों को अपने मन में हम नीचा मानते हैं, उनका मजाक उड़ाने के लिए, उनका मखौल उड़ाने के लिए हम जल्दबाजी करते हैं, तो हमें समझना है कि बिल्कुल उसी नजरिए के साथ परमेश्वर हमारे साथ भी बर्ताव करेगा. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, കരുണയില്ലാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന്. और परमेश्वर का वचन ये कहता है कि जो बिना दया के न्याय करता है उसका न्याय भी बिना दया के किया जाएगा. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ എത്രയോ പേരെ നമ്മൾ വിധിച്ചിട്ടുണ്ട്. അതൊക്കെയും നമുക്കെതിരെയുള്ള വിധികളായി സ്വർഗം കണക്ക് കൂട്ടിയിരിക്കുക. परमेश्वर के जनों, हमने पिछले दिनों में पता नहीं कितने लोगों को दोषी ठहराया, उन सब को परमेश्वर ने हमारे खिलाफ एक दोष के रूप में इकट्ठा कर रखा है. നാം മറ്റുള്ളവരെ അളക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മുടെ കയ്യിൽ അളവുകോലുണ്ട്. ചിലരെ വലിയവരായിട്ട് നമ്മൾ കാണും, ചിലരെ ചെറിയവരായിട്ട് കാണും. കാരണം നമ്മുടെ അളവുകോൽ വെച്ചാണ് നാം ഓരോരുത്തരെയും അളക്കുന്നത്. दूसरों को नापने के लिए हमारे पास हमेशा एक नाप होता है. अपने नाप के हिसाब से हम किसी को बड़ा मानते हैं, किसी को छोटा मानते हैं. ചില സഹോദരങ്ങളുടെ പ്രത്യേകത കണ്ടിട്ടില്ലേ? അവരെപ്പോ ആരെ കണ്ടാലും ശരി അവർക്ക് കുറ്റം വിധിക്കുവാനേ സമയമുള്ളൂ. कुछ भाइयों को आपने देखा होगा कि चाहे वो किसी से भी मिले, उनके पास में सिर्फ कमियां निकालने का ही समय होता है. സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ 2-3 സഹോദരിമാർ ഒന്നിച്ചു കൂടുമ്പോൾ അതിനകത്ത് നല്ല കാര്യങ്ങളാണോ പറയുന്നത്, അതോ മറ്റുള്ളവരുടെ ദോഷകരമായ കാര്യങ്ങൾ പറഞ്ഞാണോ നിങ്ങളെ സന്തോഷം കണ്ടെത്തുന്നതും ചിരിക്കുന്നതും? बहनों से मैं पूछना चाहता हूँ, बहनों, जब आप 2-3 जने इकट्ठे होते हैं तो क्या दूसरों के अच्छाई के बारे में बात करने में आपको खुशी होती है या उनकी कमियां बताने के बारे में आपको ज्यादा अच्छा लगता है? നിങ്ങൾ ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. നിങ്ങളെ സംബന്ധിക്കാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയാനായി പോകരുത്. अगर आप परमेश्वर के वचन का आदर करते हैं तो इस वचन को आप माने कि जो चीज आपसे संबंधित नहीं है उसके बारे में अपनी राय बताने के लिए न जाएं. जो चीज आपको जिसका पता नहीं है उसके बारे में आप अपनी राय बताने से बचें. നിങ്ങൾ ദൈവവചനമൊക്കെ അനുസരിക്കുന്നവരായിരിക്കാം, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും പാടുന്നവരുമായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ദൈവസഭയെ സ്നേഹിക്കുന്നവരായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ദൈവവചനത്തിനെതിരെയുള്ള ചിന്തകളാണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് ദൈവം നിങ്ങളെയും വിധിക്കും.
आप परमेश्वर के वचन को मानने वाले होंगे, बहुत ज्यादा गीत गाने वाले होंगे, प्रार्थना आराधना करने वाले होंगे, कलीसिया से प्रेम करने वाले होंगे, पर अगर ऐसे विचार आपके अंदर है कि आप दूसरों को दोषी ठहराते हैं, तो उसी तरह से आपको भी परमेश्वर दोषी ठहराएगा। അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ചിക്കൻ കറിയോ നല്ലൊരു കറിയോ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ഒരു കോക്രോച്ചിനെ ഒരു പാറ്റായെ പിടിച്ചിടുന്നതിന് തുല്യമാണ് ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുക. इसका एक अगर उदाहरण बताऊं तो हमारा जो ये स्वभाव है वो बिल्कुल वैसा ही है, जैसे कि आपने बहुत अच्छी स्वादिष्ट सब्जी बनाई और उसके अंदर एक तिलचट्टे को, कॉकरोच को उठा के फेंक दिया, बिल्कुल वैसा ही है हमारा ये स्वभाव। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ നമ്മൾ വിടുവിക്കപ്പെടേണ്ടിയിരിക്കുന്നു. तो इसीलिए मेरे भाइयों और बहनों, इस स्वभाव से हमें छुटकारा पाने की जरूरत है। മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ സ്വന്തം കണ്ണിൽ കോർ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? तीसरा वचन कहता है, तू क्यों अपने भाई की आंख के तिनके को देखता है और अपनी आंख का लट्ठा तुझे नहीं सूझता। ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിനകത്തെ കർത്താവ് എത്രമാത്രം സർക്കാസ്റ്റിക് ആയിട്ടാണ് ആ വചനം എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഒരു സഹോദരന്റെ കണ്ണിൽ ഒരു ചെറിയ സ്പെക്ക് ഓഫ് എ ഡസ്റ്റ്, ഒരു ചെറിയ കരടിരിക്കുകയാണ്. ആ കരടിനെ നോക്കി നോക്കി കാണുവാൻ തക്കോണോ എത്ര ഉത്സാഹത്തോടെ നമ്മൾ സൂക്ഷിച്ചൊരു വ്യക്തിയിലേക്ക് നോക്കുകയാ. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ കണ്ണിൽ ഒരു വലിയ കോലാണ് ഇരിക്കുന്നത്, അത് കാണാൻ നിനക്ക് സമയമില്ല. अब देखिए इस वचन में प्रभु कितने व्यंग्य के तरीके से बता रहा है कि एक भाई की आंख में छोटा सा तिनका है और उस तिनके को ढूंढने के लिए बड़े ध्यान से आप देख रहे हैं, भाल रहे हैं उसको कि कहीं वो आपको मिल जाए। पर प्रभु कह रहा है, तू जब तिनके को ढूंढ रहा है, तेरी खुद की आंख में एक बहुत बड़ा लट्ठा फंसा हुआ है। ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 10 നന്മകൾ കണ്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യത്തില്ല, അതിനെക്കുറിച്ച് സന്തോഷിക്കത്തില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ കുറവ് കണ്ടാൽ നമ്മൾ അതിനെ ബലൂണിന്റെ കൂട്ട് ഊതി വീർപ്പിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കും. एक व्यक्ति की जिंदगी में 10 अच्छाइयां हमें नजर आए, हम उसकी परवाह नहीं करते, हमें उससे कोई खुशी नहीं होती है। पर उसी की जिंदगी में अगर एक कमी हमें छोटी सी मिल गई तो हम उसको गुब्बारे की तरह फुलाकर बड़ा बना देते हैं। സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാര വിഷയം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള ദോഷങ്ങളെ കുറിച്ചാണ്, മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ദോഷങ്ങളെ കുറിച്ചാണ് പലപ്പോഴും പറയുക. भाई और बहनों, अक्सर हमारी बातचीत का विषय क्या होता है? दूसरों से जो गलतियां हुई हैं वो अक्सर हमारी बातचीत का विषय होता है। നമ്മുടെ സഭയിലുള്ള ഏതെങ്കിലും സഹോദരങ്ങളുടെ മക്കൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം പറ്റി അവരൊരു തെറ്റ് ചെയ്തെന്ന് കരുതിക്കോ, അത് നമ്മൾ അറിയുവാൻ ഇടയായാൽ എത്ര ഉത്സാഹത്തോടെയാണെന്നറിയാമോ മറ്റു സഹോദരങ്ങളോട് നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുള്ളത്. कलीसिया के किसी परिवार के बच्चों से कोई गलती हो गई, कुछ गड़बड़ी हो गई, तो हम कितने जोश के साथ में, उत्साह के साथ में कलीसिया के दूसरे लोगों को फोन पे वो बात बताते हैं। ആദ്യം നമ്മൾ പാസ്റ്ററിനെ വിളിച്ചു പറയും, പിന്നെ മറ്റുള്ള സഹോദരങ്ങളെയൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് പറയാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണെന്ന് നമ്മൾ പറയും. पहले हम पास्टर को फोन करके बताते हैं, उसके बाद में दूसरे भाइयों को फोन करके बताते हैं, और शुरुआत कैसे करते हैं? हम कहते हैं प्रार्थना करने के लिए ये विषय मैं बता रहा हूँ। പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നും അല്ല, എങ്ങനെയെങ്കിലും ഒരടുത്ത 10 മിനിറ്റിനുള്ളിൽ ഈ ലോകം മുഴുവനും നമുക്ക് അറിയിക്കണം. पर मैं एक बात बताना चाहता हूँ कि ये व्यक्ति जो बता रहा है वो प्रार्थना करने के लिए नहीं बता रहा है, पर इसलिए बता रहा है कि अगले 10 मिनट के अंदर जो हो, जैसे भी हो, पूरी दुनिया तक ये खबर पहुंच जानी चाहिए। എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ ഇതേ സ്വഭാവം തന്നെയായിരിക്കും നിങ്ങൾ ഈ വിളിച്ചു പറഞ്ഞവർക്കുമുള്ള സ്വഭാവം. അവരും വേറെ 100 പേരോട് വിളിച്ചു പറയും. और आप सोच कर देखिए कि जिसको फोन करके आपने ये खबर पहुंचाई है, उनकी भी आदत आपके जैसी ही होगी, वो भी अगले 3-4 लोगों को फोन करके बताएंगे। ഇതെല്ലാം പറഞ്ഞ് എന്നാ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അങ്ങനെയല്ലായിരുന്നു സംഭവം, വേറൊരു രീതിയിലായിരുന്നു സംഭവം. ये सब बताने के बाद में थोड़ा सुस्ताते हुए चाय कॉफी पीते टाइम होगा शायद कोई फोन करके आपको बताएगा कि आपने जैसा सोचा था, आपने जैसा बोला था, बातें वैसी नहीं थी, ये कहानी कुछ और थी। സഹോദര സഹോദരി, നിന്റെ അവിവേകം കൊണ്ട്, നീ ഒരു നിമിഷം ഇത് ചിന്തിക്കാതിരുന്നത് കൊണ്ട്, നീ ഒരല്പം മാത്രം ഒന്ന് നിൽക്കാതിരുന്നത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ലോകം മുഴുവനും പറയുവാന്റെ കോണം ഇടയാക്കി തീർത്തു. भाई और बहन अपनी जल्दबाजी के कारण, अपनी मूर्खता के कारण, दूसरे की कमी की खबर दूसरों तक पहुंचाने की जल्दबाजी के कारण
आपने बेकार की बातों को दुनिया भर में फैला दिया। ആ പാവപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ ആ പാവപ്പെട്ട സഹോദരിക്കുണ്ടായിരുന്ന ഡിഫമേഷൻ അല്ലെങ്കിൽ അവർക്കുണ്ടായ ആ വേദന, അവർക്കുണ്ടായ അവരുടെ റെപ്യൂട്ടേഷൻ നമ്മൾ ടേർ ഓഫ് ചെയ്തത് നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ? उस बेचारे भाई को या बेचारी बहन को जो आपकी इस बात के कारण जितनी बेइज्जती झेलनी पड़ी, जितना दर्द झेलना पड़ा, आप चाहे कितनी भी भरपाई करने की कोशिश करें, वो नहीं हो पाएगा। അതിന്റെ അർത്ഥം ഇങ്ങനെയാ സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരാളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഓർക്കുക, മറ്റേ 3 വിരല് നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത്. उसका मतलब ये है भाइयों कि हमें ये याद रखना है कि जब किसी दूसरे की ओर हम एक अंगुली उठाते हैं तो बाकी की 3 अंगुलियां हमारी ओर इशारा करती हैं। അത് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവ് ഈ പറഞ്ഞ അതേ വാക്യമാണ്. മറ്റൊരാളുടെ കണ്ണിനകത്ത് ഒരു ചെറിയ കരടാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മുടെ കണ്ണിൽ ഒരു വലിയ കോലാണ് ഇരിക്കുന്നത്. ये हमें वही बात बता रही है जो प्रभु कहता है कि जिसकी हम बुराई कर रहे हैं उसकी आंख में तो सिर्फ एक तिनका है, पर हमारी आंख में बहुत बड़ा लट्ठा है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി ഉറപ്പുണ്ട്, നിങ്ങളിൽ ഒരു വലിയ ഭൂരിപക്ഷം ജനത്തിനും ഭൂരിപക്ഷം ആളുകൾക്കും ഈ സ്വഭാവമുള്ളവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. मेरे भाइयों और बहनों, जब आप मेरी बात को सुन रहे हैं तो मुझे पता है कि आप में से ज्यादातर लोग इसी आदत वाले लोग हैं जो मेरी बात को सुन रहे हैं। ഇന്നത്തെ രാത്രികാലം ആ സ്വഭാവത്തോടെ എന്നേക്കുമായിട്ട് നമുക്ക് ഗുഡ് ബൈ പറയാം. കാരണം അത് നിത്യ നരകത്തിൽ നമ്മളെ എത്തിക്കുന്ന സ്വഭാവമാണ്. आज इस आदत से हमेशा हमेशा के लिए हम छुटकारा पाए, उसको अलविदा कहें, क्योंकि वो हमें अनंत नरक की ओर ले जाने वाली आदत है। ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ മോൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ലോകം മുഴുവനും അറിയിക്കുന്നു. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകൾക്കാണ് അങ്ങനെ ഒരു വിഷമം ഉണ്ടായെങ്കിൽ നിങ്ങൾ 10 പേരെ വിളിച്ച് പറയുമോ? मैंने आपको पहले बताया कि किसी दूसरे परिवार के बच्चे या बच्ची के साथ में अगर कुछ दिक्कत होती है वो आप दुनिया भर में 10 मिनट में फैला देते हैं, पर मेरा एक सवाल, अगर आपकी बच्ची के साथ में कुछ गड़बड़ हो जाती है तो क्या आप दूसरों को बताएंगे? നമ്മൾ എത്രയും അത് ഒതുക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ അറിയാതിരിപ്പാൻ കോണമുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കും. हम जहां तक हो सके उस बात को छिपाने की कोशिश करेंगे, पूरी कोशिश करेंगे कि दूसरों को उसकी भनक तक न लगने पाए। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ്, നീ നിന്നെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ നീ മറ്റുള്ളവരെയും കരുതാനായിട്ട് പഠിക്കുക. मुझे सुनने वाले भाई और बहन, परमेश्वर हमसे यही चाहता है कि जैसे आप खुद की परवाह करते हैं वैसे ही दूसरों की भी परवाह करें। 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് നീ പറയുന്നത് എങ്ങനെ? चौथा वचन कहता है, जब तेरी ही आंख में लट्ठा है तो तू अपने भाई से कैसे कह सकता है, ला मैं तेरी आंख में से इनका निकाल दूं। അതിന്റെ അർത്ഥം ഇതാണ്, എന്നിൽ ഒത്തിരി കുറവുകൾ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തിയിലെ ഒരു കുറവ് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അവരുടെ പുറകെ ഞാൻ പോകുമോ എന്നാ കർത്താവ് ചോദിക്കുന്നത്. इसका मतलब ये है, प्रभु ये पूछ रहा है कि जब मुझे खुद को पता है कि मेरे अंदर बहुत सारी कमियां हैं, जब मुझे ये पता है तो क्या मैं किसी ऐसे व्यक्ति की कमी को दूर करने के लिए उसके पीछे जाऊंगा जिसके अंदर सिर्फ एक ही कमी है? ഒരു വലിയ ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഹാപ്പിയസ്റ്റ് പീപ്പിൾ ആർ ദോസ് പീപ്പിൾ ഹു ജഡ്ജ് ദംസെൽസ് എവരി ഡേ ആൻഡ് നെവർ എവർ ജഡ്ജ് അതേഴ്സ്. ഏറ്റവും സന്തോഷമുള്ള മനുഷ്യർ ആരെന്ന് ചോദിച്ചാൽ അവർ അനുദിനം തങ്ങളെ തന്നെ വിധിക്കും, മറ്റാരെയും വിധിക്കാത്തവരാണ്. एक बड़े परमेश्वर के दास ने एक बार एक बात कही जो मुझे याद है। उन्होंने कहा कि सबसे खुशहाल व्यक्ति वो होते हैं जो हर दिन खुद को जांचते हैं, दूसरों को कभी नहीं जांचते। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും ചെയ്യേണ്ടത് ഇതാണ്, ഓരോ നിമിഷവും നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കണം. मेरे भाई और बहन, हर दिन सुबह जब उठते हैं उस समय से लेकर हमें हर दिन यही करना है कि हम खुद को जांचते रहें, खुद की कमियों को देखते रहें। എന്നിൽ എന്തെല്ലാം കുറവുകളുണ്ട്, എന്റെ നോട്ടത്തിലെ കുറവുകൾ, എന്റെ ചിന്തകളിലെ കുറവുകൾ, എന്റെ സംസാരത്തിലെ കുറവുകൾ, മറ്റുള്ളവരെ വിലയിരുത്തുന്നതിലുള്ള കുറവുകൾ, എത്ര 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 കുറവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. मेरे अंदर कितनी सारी कमियां हैं, मेरी नजर की कमियां हैं, मेरे सुनने की कमियां, दूसरों के बारे में बोलने की कमियां, दूसरों को अपने मन में तुच्छ जानने की कमियां, कितनी सारी कमियां हमारे अंदर हैं। അങ്ങനെ നമ്മൾ നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കുവാനുള്ള സമയം കിട്ടത്തില്ല. जब हम खुद की कमियों को ढूंढने की कोशिश में लगे रहेंगे तो दूसरों की गलतियां ढूंढने का समय ही हमें नहीं मिलेगा।
ഇവിടെ എഴുതിയിരിക്കുന്നു, 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. 5वां वचन कहता है, एक हफ्ते पहले अपनी आंख से लट्ठा निकाल ले, तब तू अपने भाई की आंख का तिनका भली भांति देख कर निकाल सकेगा। അതിന്റെ അർത്ഥം, നിന്റെ ജീവിതത്തിൽ ശരിയല്ല നീ എന്ന് തോന്നുന്നെങ്കിൽ പിന്നെ നിനക്ക് മറ്റൊരാളെ ശരിയാക്കുവാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. इसका मतलब ये है कि जब तुझे खुद को पता है कि मैं खुद सही नहीं हूं, तो फिर तुझे किसी दूसरे को सुधारने का, समझाने का कोई अधिकार नहीं है। പുകവലിക്കുന്ന ഒരു പിതാവിന് ഒരിക്കലും ഒരു മോനെ മോളെയോ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പുക വലിക്കരുതെന്ന് പറയാം. बीड़ी सिगरेट पीने वाला एक पिता कभी अपने बेटे बेटी को ये नहीं कह सकता कि तुम बीड़ी सिगरेट नहीं पी सकते। മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ മക്കളെ വിമർശിക്കുവാൻ കഴിയുകയില്ല, അവരെ കറക്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല, നിങ്ങൾ മദ്യപിക്കരുതെന്ന്. एक शराब पीने वाला व्यक्ति कभी भी अपने बच्चों को टोक नहीं सकता कि तुम शराब नहीं पियो, वो उनकी आलोचना नहीं कर सकता उसके लिए। അത് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് മുമ്പ് ഇതിനേക്കാൾ അധികം കുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, അത് പലപ്പോഴും മറ്റാരും അറിയാതെ വണ്ണം ഞാൻ മറച്ചു വെക്കുന്നത് കൊണ്ട് അവരറിയുന്നില്ല എന്നുള്ള ചിന്തയിൽ നാം അനുദിനം ജീവിക്കണം. भाइयों, बिल्कुल उसी तरह इस विषय के बारे में भी हम सोचें कि दूसरों की कमियों को ढूंढने से पहले मेरी खुद की जिंदगी में बहुत सारी कमियां, और अक्सर मैं उन सारी कमियों को छिपा कर रखता हूं, इसीलिए दूसरों को उसकी भनक नहीं लगती है। ये एहसास हमारे अंदर होना चाहिए। എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മളിൽ പലർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സാക്ഷ്യങ്ങളൊക്കെ ഉള്ളത്? आपको पता है कि हम में से कईयों की दूसरों के सामने अच्छी गवाही क्यों होती है? നമ്മൾ പലരും മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യന്മാരും മാന്യകളായിട്ടും ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമോ? क्या हमें पता है कि हम लोग दूसरों के सामने आदरणीय, सम्माननीय बनकर क्यों जी रहे हैं? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ രഹസ്യങ്ങളെ ഏറ്റവും കൂടുതൽ അടക്കി വെക്കുവാൻ തക്കവണ്ണം, മറച്ചു പിടിക്കുവാൻ തക്കവണ്ണം നമ്മളൊക്കെ ക്ലവർ ആയതുകൊണ്ടാണ്. इसका मतलब और कुछ नहीं है, सिर्फ इतना सा है कि हम अपने रहस्यों को, अपनी गुप्त बातों को छिपाने के मामले में बहुत ज्यादा तेज हैं, चालाक हैं, सिर्फ इसलिए। നമ്മുടെ കയ്യിലിരിപ്പ് മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന്റെ കാരണം മറച്ചു പിടിക്കുവാൻ തക്കവണ്ണം നമ്മൾ മിടുക്കരായതുകൊണ്ടാണ്. हमारी आदतों को दूसरे लोग इसलिए नहीं देख पाते, जान पाते, क्योंकि हम उनको छिपाने में बहुत तेज हैं। നമ്മുടെ അത്രയും മിടുക്കില്ലാത്ത സാധുക്കളുടെ കയ്യിൽ നിന്ന് അവരുടെ രഹസ്യങ്ങൾ വെളിയിലേക്ക് വീഴുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് സമ്മാനപ്പൊതി പോലെ അതെടുത്ത് തുറന്നു നോക്കുകയും മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യുന്നത്. जो हमारे जितना इतना चालाक और तेज नहीं होता अपनी गलतियों को, आदतों को छिपाने में, उसकी एक गलती हमारे हाथ में लगते ही हमें लगता है कि हमें तो एक तोहफा मिल गया, और उसको खोलकर हम भी देखते हैं और दूसरों तक भी पहुंचाते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് വലിയ അപകടമാണ്. ഇത് നമുക്ക് മാത്രമല്ല, അപകടങ്ങൾ നമ്മുടെ ഈ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലേക്ക് പകരപ്പെടും. मेरे भाइयों और बहनों, ये बहुत बड़ा खतरा है, और सिर्फ हमारे लिए ही नहीं है ये खतरा, ये आदत हमारे बच्चों तक भी फैल जाती है। ഞാനൊരു ബിറ്റ് ഓഫ് അഡ്വൈസ് നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരിക്കലും ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കെ പറയരുത്. एक छोटी सी सलाह मैं आपको देना चाहता हूं कि अपने घर में बैठकर अपने बाल बच्चों के सामने कभी भी किसी दूसरे की गलतियों पर चर्चा नहीं करना। ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന പതിവുകൾ പല ഭവനങ്ങളിലുമുണ്ട്. അത് ഏറ്റവും നല്ല പതിവ് തന്നെയാണ്. मैंने कई बार देखा है, कई जगहों पर देखा है कि खाना वगैरह रात को खाने के बाद में बच्चे, परिवार सब एक साथ इकट्ठा बैठकर आपस में बातचीत करते हैं। वो अच्छा तरीका है, अच्छा स्वभाव है। എന്നാൽ കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആ അസംബ്ലിക്കകത്ത്, ആ കൂട്ടായ്മയ്ക്കകത്ത് പറയുന്ന സബ്ജക്റ്റുകൾ അയൽവക്കക്കാരുടെയും സഭയിലുള്ള സഹോദരങ്ങളുടെയും മറ്റും കുറവുകളായിരിക്കും. पर गड़बड़ की बात क्या है? गड़बड़ की बात ये है कि अक्सर वहां पे बातचीत का विषय पड़ोसियों की कमियां या फिर कलीसिया के विश्वासियों की कमियां, उनकी चर्चा होती है। എത്ര ഉത്സാഹത്തോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, ആ സമയത്ത് നമുക്ക് ആർക്കും ഉറക്കം വരത്തില്ല. कितनी उमंग और उत्साह के साथ में हम उस समय बात करते हैं, उस समय किसी को नींद नहीं आती। എന്നാൽ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കി, ഒരാൾ അങ്ങോട്ട് ഉറങ്ങി വീഴും, ഒരാൾ ഇങ്ങോട്ട് ഉറങ്ങി വീഴും. पर परिवार के साथ एक साथ बैठकर प्रार्थना करने की कोशिश करो, एक इधर गिरा मिलेगा, दूसरा फटाक से उधर ऊँघता हुआ मिलेगा। സഹോദരങ്ങളെ, നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയാണ് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. भाइयों और बहनों, ये हमारे शरीर की कमजोरी है कि हम दूसरों की कमियां ढूंढते हैं। അതുകൊണ്ട് അതിനെ നമ്മൾ ഗൗരവത്തോടെ കാണുകയും ആ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റുകയും ചെയ്യണം.
और इसलिए इस बात को हमें गंभीरता से लेना है, इस आदत को अपने आप से दूर करना है। അതുപോലെ തന്നെ മറ്റൊരു വിഷയം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആരുടെയെങ്കിലും കുറവുകൾ വന്ന് വീട്ടിൽ പറയുകയാണെങ്കിൽ അവരെ ഉത്സാഹിപ്പിക്കരുത് അങ്ങനെ പറയുവാൻ. और इसी तरह से एक और बात जो हमें ध्यान देनी है कि हमारे बच्चे घर में आकर अगर किसी की बुराई करते हैं, किसी की कमियों के बारे में बताते हैं, तो उस मामले में उनको प्रोत्साहित नहीं करना है। കാരണം അവരോട് പറഞ്ഞു മനസ്സിലാക്കണം, മോനെ മോളെ നീ അവരെ കുറിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടെന്ന് ഓർക്കണം. उनको ये समझाना है कि बेटा बेटी, जब तू दूसरों की कमियां गिना रहा है तो उससे कहीं ज्यादा कमियां तेरी खुद की जिंदगी के अंदर हैं। ഈ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മോനോ അല്ലെങ്കിൽ നമ്മുടെ മോളോ ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ വരികയാണെങ്കിൽ, ഇഫ് യു ആർ എ സെൻസിബിൾ ഫാദർ ഓർ എ മദർ, ഹൗ വുഡ് യു റിയാക്ട് ടു ഇറ്റ്? इस बात को अगर समझना है तो मैं बताऊं, आपका बेटा या आपकी बेटी अगर किसी दुकान से कोई कुछ चीज चुरा कर ले आता है और आप एक संवेदनशील माता पिता हैं, तो आप किस तरह से उस समय बर्ताव करेंगे? നിങ്ങൾ ഉത്സാഹിപ്പിക്കുമോ ആ കുഞ്ഞിനെ? ആ വെരി ഗുഡ് വെരി ഗുഡ്, അങ്ങനെ ഉത്സാഹിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നാളെ വേറെ കടയിൽ നിന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് വരും. क्या आप उस समय बच्चे को देखकर कहेंगे कि हाँ बहुत अच्छा, शाबाश? क्या ऐसा कहेंगे? अगर ऐसा कहेंगे तो कल वो किसी दूसरी दुकान से कुछ और चुरा लाएगा। അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരത്തു നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം കേൾക്കാം പോലീസ് പിടിച്ചു, പിറ്റേ ദിവസം കേൾക്കാം ജയിലിലായെന്ന്. तो इस तरह से एक एक दिन एक एक जगह से चुरा कर लाएगा, एक दिन पता चलेगा कि गिरफ्तार हो गया, अगले दिन पता चलेगा जेल में गया। അതിന്റെ കാരണക്കാരൻ ആ കുഞ്ഞാണോ അതോ ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളാണോ? उसका कारण वो बच्चा है या फिर उस बच्चे को प्रोत्साहित करने वाले आप हैं। ഇത് തന്നെയാണ് സഹോദര സഹോദരി, നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണരുതെന്ന് പറയുന്ന സ്വഭാവങ്ങൾ എന്തെങ്കിലും അവർ കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. സ്നേഹത്തിൽ അവരെ ഉപദേശിക്കുകയും അവരെ അച്ചടക്കത്തിൽ നമ്മൾ ആക്കി തീർക്കുകയും ചെയ്യണം. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. इसी तरह अगर हमारे बच्चे आकर किसी की कमियों के बारे में हमें बताएं, या फिर हमें हमारे बच्चों में कोई ऐसी आदत नजर आए जो अच्छी नहीं है और हम उनमें नहीं देखना चाहते हैं, तो उसके बारे में हमें उन्हें प्रोत्साहित नहीं करना है, आगे बढ़ावा नहीं देना है। यही मसीही जिंदगी है। കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണിലെ കോലെടുത്ത് ആദ്യം മാറ്റണം, പിന്നീട് നീ കരട് നോക്കാൻ പോകണം. प्रभु ये कहता है कि पहले तू अपनी आंख का लट्ठा निकाल, उसके बाद तिनके को ढूंढने के लिए निकल। കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിന്റെ ആലോചനകളെ കൈക്കൊള്ളുമ്പോൾ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട്, കർത്താവെ എന്റെ ജീവിതത്തിന്റെ കുറവുകൾ എനിക്ക് കാണിച്ചു തരണമേ, അതിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം. प्रभु का वचन जब हम सुनते हैं, प्रभु की वाणी को जब हम सुनते हैं, तो प्रभु के सामने रोते हुए गिड़गिड़ाते हुए हम ये प्रार्थना करें कि प्रभु मेरी कमियों को मुझे दिखा और मेरी कमियों से मुझे छुड़ा। സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ഒരു തീരുമാനം നിങ്ങളൊന്ന് എടുത്തേ. അടുത്ത സമയത്ത് ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഗോയിങ് ഫോർവേഡ്, ആരെങ്കിലും നിങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ കുറവുകളും കുറ്റങ്ങളുമാണ് പറയുന്നതെങ്കിൽ ഡോണ്ട് എവർ എന്റർടൈൻ ഇറ്റ്. भाई और बहनों, आप ये निर्णय लेकर देखें कि अगर अब से कोई आपको फोन करता है या फिर आपके पास में आकर बातचीत शुरू करते समय किसी दूसरे की कमियों के बारे में, गलतियों के बारे में बात करता है, तो आप उसको बढ़ावा न दें। ഇഫ് യു ടേക്ക് എ സ്റ്റെപ്പ് അഗൈൻസ്റ്റ് ദാറ്റ്, നിങ്ങൾ അതിനെ ഗൗരവത്തോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം കുറയും. अगर आप इस बात को गंभीरता से लेंगे तो आपके पास आने वाले फोन कॉल्स कम हो जाएंगे। എന്താണ് ഇതിന്റെ വിഷയം എന്ന് ചോദിച്ചാൽ, നാം വിധിക്കുന്നത് പോലെ കർത്താവ് നമ്മളെയും വിധിക്കും. और ये मैं क्यों कह रहा हूं? क्योंकि जैसे हम दोषी ठहराते हैं, वैसे ही प्रभु हमें भी दोषी ठहराएगा। 6ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടുകളയുകയുമരുത്, അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. 6वां वचन, पवित्र वस्तु कुत्तों को न दो और अपने मोती सूअरों के आगे मत डालो, ऐसा ना हो कि वे उन्हें पांवों तले रोंदे और पलटकर तुमको फाड़ डालें। ഇത് ദൈവവചനത്തിന്റെ വിഷയവുമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ये परमेश्वर के वचन के विषय में प्रभु ने बात कही है। ആരോടാണ് ഈ സെർമൺ ഓൺ ദ മൗണ്ട് കർത്താവ് സംസാരിക്കുന്നത്? ये पहाड़ी उपदेश प्रभु किसको दे रहा है? തന്റെ ശിഷ്യന്മാരോടും തന്നോട് ചേർന്നിരിക്കുന്ന ജനത്തോടും സംസാരിക്കുന്ന വചനമാണ്. ये वचन प्रभु अपने चेलों को बता रहा है, जो उससे जुड़े हुए थे, उन लोगों को सिखा रहा है। അവരോട് പറഞ്ഞു കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. और उन्हें प्रभु ये सिखा रहा है कि आगे की तुम्हारी जिंदगी कैसी होनी चाहिए, तुम्हारी जीवन शैली कैसी होनी चाहिए।
കർത്താവിന്റെ ശിഷ്യന്മാര് മുന്നോട്ട് കടന്നു പോയിട്ട് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമെന്നും അവർ കേൾക്കുന്ന സുവിശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കുമെന്നും കർത്താവിന് അറിയാം. प्रभु को पता था कि उसके चेले इस सुसमाचार को आगे जाकर लोगों को बताएंगे, जो कुछ वो सीख रहे हैं उसको वो दूसरों को सिखाएंगे। കർത്താവ് പറയുകയാണ് വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കരുത്. तो प्रभु कह रहा है पवित्र वस्तु कुत्तों को न दो। നമ്മുടെ ബൈബിള് നമ്മുടെ ടേബിളിലോ നമ്മുടെ വീട്ടിൽ എവിടെങ്കിലും ഇരിക്കുന്നെങ്കിൽ നമ്മൾ അതൊരിക്കലും കൊണ്ടുവന്നിട്ട് എവിടെയാ സോഫയുടെ കീഴിലോ അല്ലെങ്കിൽ മുറ്റത്തോ കൊണ്ട് എറിഞ്ഞിടത്തല്ല. हमारी बाइबल अगर मेज पर रखी है, घर में कहीं पर रखी है, तो हम कभी भी उसको सोफा के नीचे या फिर आंगन में नहीं फेंकते हैं। നമ്മൾ അത് വിശുദ്ധമായിട്ട് കാണുന്നു, കർത്താവിന്റെ തിരുവചനമായിട്ട് നമ്മൾ അതിനെ കാണുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റവും പ്രോപ്പർ ആയിരിക്കുന്ന ബഹുമാന്യമായിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് കിട്ടിയ സാഹചര്യം പോലെ നമ്മൾ വെക്കുന്നത്. इसे हम प्रभु का पवित्र वचन मानते हैं, पवित्र मानते हैं, इसलिए हमारा जो तौर तरीका है, हमें हमारे पास में जो कुछ है उसके हिसाब से हम उसको आदरणीय तरीके से रखते हैं। നമുക്കറിയാം നമ്മുടെ ചില വീടുകളിൽ പട്ടിക്കുട്ടികളുണ്ട്, പപ്പീസ് ഉണ്ട്. और हम जानते हैं कि कुछ लोगों के घरों में कुत्ते होते हैं या पिल्ले होते, बच्चे होते हैं कुत्तों के। അത് കാണാൻ അത് വലിയ ഒത്തിരി നോട്ടിയാണ്. കാരണം അതിന്റെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് ഓടിക്കളയും. छोटे पिल्ले जो होते हैं वो बहुत ही शरारती होते हैं, कुछ भी उनको दिख जाता है उठाकर भाग जाते हैं। നമ്മുടെ ബൈബിള് ബൈ മിസ്റ്റേക്കിൽ അതിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പറയുമോ ഇത് ബൈബിളാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ഞാൻ സൂക്ഷിക്കണമെന്നത് പറയുമോ? अगर गलती से उसके हाथ में हमारी बाइबल लग जाए तो क्या वो बोलेगा कि ये परमेश्वर का वचन है, ये पवित्र है, इसलिए मुझे इसको संभाल के रखना चाहिए? അതിന് വിശുദ്ധം എന്താണെന്നും അശുദ്ധം എന്താണെന്നും തിരിച്ചറിയത്തില്ല. उसको ये पता ही नहीं है कि पवित्र क्या होता है, अशुद्ध क्या होता है। അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നായുടെ സ്വഭാവം കാണിക്കുന്നവരുടെ മുമ്പിൽ വിശുദ്ധമായതിനെ വിളമ്പുവാനായി നീ സമയം കളയരുതെന്ന് അതിന്റെ അർത്ഥം. इसीलिए जब प्रभु ये कह रहा है कि पवित्र वस्तु कुत्तों को न दो, तो प्रभु के कहने का मतलब ये है कि जिसकी आदत कुत्ते जैसी है उसके सामने पवित्र वस्तु डालकर अपना समय बर्बाद मत कर। കുത്തയുടെ അല്ലെങ്കിൽ നായുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയുവാനായിട്ട് പറ്റത്തില്ല. അതിന് ചിക്കൻ കൊടുത്താലും അതുപോലെ വൃത്തികെട്ടത് എന്തെങ്കിലും എടുത്ത് കൊടുത്താലും അത് ഒരേ സ്വാദോടെ തന്നെ തിന്നും. कुत्ते का स्वभाव अगर आप पूछो क्या है, तो उसको अच्छे बुरे का भेद पता नहीं है। उसके सामने कुछ भी डाल दो, चिकन डाल दो या फिर कोई और भी चीज डाल दो, वो एक ही जैसे स्वाद के साथ में उसको खाता है। നിങ്ങൾക്കത് മനസ്സിലാക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഹല്ലേലൂയ. ഒരു നായുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും വില കൂടിയ ഒരു ഭക്ഷ്യവസ്തു കൊടുത്താലും അത് തിന്നും. ഒന്നിനും കൊള്ളാതെ നിങ്ങൾക്കറിയാമല്ലോ നായ്ക്കൾ തിന്നുന്നത് എന്തൊക്കെയാണെന്ന്, അതും അത് തിന്നും. भाइयों, क्या मेरी बात आपको समझ में आ रही है? मैं ये कह रहा हूँ कि अगर महंगी से महंगी कोई खाने की चीज कुत्ते को दो, उसको भी वो खा लेता है, और किसी भी काम की जो चीज नहीं है बिल्कुल बेकार, उसको भी वो खा लेता है। ലോകത്തിലെ മനുഷ്യരിലേക്ക് നോക്കിയാൽ അങ്ങനത്തെ സ്വഭാവമുള്ള പലരുമുണ്ട്. दुनिया के इंसानों को अगर आप देखें तो ऐसी आदत वाले बहुत से लोग होते हैं। അവരുടെ ജീവിതത്തിൽ എല്ലാം സെയിം ആണ്, എല്ലാം ഒരുപോലെയാണ്. അവർക്ക് നല്ലതോ ചീത്തയോ ഒന്നും തമ്മിലുള്ള വ്യത്യാസമില്ല. उनकी जिंदगी में उनको सब कुछ एक जैसा लगता है, बराबर लगता है। उनकी जिंदगी में अच्छा या बुरा ऐसा कुछ नहीं है। അവർക്ക് ദൈവികം എന്താണെന്നോ പൈശാചികം എന്താണെന്നോ ഉള്ള തിരിച്ചറിവില്ല. उनको ये नहीं पता कि ईश्वरीयता क्या है या शैतानिकता क्या है, उसके बीच का फर्क उनको नहीं पता। ലൗകികം എന്താണ് ആത്മീകം എന്താണെന്ന് അവർക്കൊരു വേർതിരിവുമില്ല. उनको इसका भेद नहीं पता कि सांसारिक क्या होता है और आत्मिक क्या होता है। സ്വർഗം എന്താണെന്നോ നരകം എന്താണെന്നോ അവർക്ക് കാഴ്ചപ്പാടില്ല. स्वर्ग क्या है, नरक क्या है, इसके बारे में उनको कुछ नहीं पता। സഹോദര സഹോദരി, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നിന്നോട് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ, നിന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാതെ നീ അവിടെ വിട്ടുപോകണമെന്ന കർത്താവ് പറയുന്നത്. भाइयों और बहनों, अगर आप उनको समझाने की कोशिश करते हैं, बताते हैं, तो उसमें कुछ भी गलती नहीं है। पर जब आप बताते हैं वो आपका विरोध करते हैं, और अगर आपसे वो मारपीट की कोशिश करते हैं, आपको परेशान करते हैं, तो प्रभु ये सिखा रहा है कि वहां पर फिर आपको रुककर सिखाते रहने की जरूरत नहीं है। ഇന്ന് സുവിശേഷം അറിയിക്കുന്നിടത്ത് പറ്റുന്ന പ്രശ്നം ഇതാണ് സഹോദരന്മാരെ സഹോദരിമാരെ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണമേ, പലയിടത്തും ഉപദ്രവങ്ങൾ നേരിടേണ്ടതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ സാഹചര്യങ്ങൾ നമ്മൾ മാറിപ്പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്.
आज बहुत बार जब सुषमाचार सुनाया जाता है वहां पर सताव और मारपीट ज्यादातर इसलिए होते हैं क्योंकि उससे पहले, मारपीट या सताव से पहले जो माहौल बनता है, उस माहौल में हम वहां से हटते नहीं हैं, इसलिए ज्यादातर सताव होते हैं, मारपीट होती है। നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നോ ഒരു വില്ലേജിൽ ചെന്നോ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വില്ലേജുകാർ അത് കേട്ടിട്ട് അതിൽ നിന്ന് എതിരായിട്ട് നിങ്ങളടുത്ത് വന്നിട്ട് ഇനി ഇവിടെ വരരുതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വചനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് കാണിക്കാം, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ? പിന്നീട് അവിടെ പോകരുത്. अगर आप किसी घर में जाते हैं, किसी गांव में जाते हैं, वहां पर जाकर आप सुषमाचार सुनाते हैं और उस गांव के लोग आपके पास में आकर बोलते हैं कि अब से यहाँ नहीं आना है, तुम्हें सुषमाचार नहीं सुनाना है, तो आपको क्या करना है? मैं वचन में से लेकर आपको बताऊंगा कि आपको जो करना है कि आप फिर दोबारा वहां न जाएं। നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്തു, യേശു രക്ഷകനാണെന്ന് നിങ്ങൾ പറഞ്ഞു, സുവിശേഷം അവരോട് അറിയിച്ചു, നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരുന്ന ട്രാക്സുകൾ അവർക്ക് കൊടുത്തു, അവരറിയേണ്ടതിനെ അവരറിഞ്ഞു. ഇപ്പോൾ എന്താണ് അവർ ചെയ്തത്? അവരറിഞ്ഞ കാര്യങ്ങളെ അവർ അംഗീകരിക്കാതെ നിങ്ങളെ ആക്രമിക്കാനായിട്ട് വരികയാണ്. आपने अपनी जिम्मेदारी पूरी कर दी, आपने सुसमाचार सुना दिया, आपने उनको बता दिया कि यीशु मसीह ही उद्धार करता है, मुक्तिदाता है, जो काम आपको करना था वो कर लिया। उन्होंने सुन भी लिया, पर सुनने के बाद उन्होंने क्या किया? उन्होंने माना नहीं, पर अब वो आपसे मारपीट करने के लिए आपके पास आ रहे हैं। മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. मती 10 का 14 पढ़कर देखेंगे हम। ദേവദാസൻ ഒന്ന് വായിച്ചാൽ. मती 10 का 14, जो कोई तुम्हें ग्रहण न करे और तुम्हारी बातें न सुने, उस घर या उस नगर से निकलते हुए अपने पांवों की धूल झाड़ डालो। കർത്താവ് തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു കൊടുത്ത ഉപദേശമാണിത്. प्रभु अपने चेलों को सेवकाई के लिए भेजने से पहले ये बात सिखाता है। അതായത് പന്നികളുടെ അടുക്കലേക്ക്, നായ്ക്കളുടെ അടുക്കലേക്ക് വിശുദ്ധമായതുകൊണ്ട് നീ കടന്നു ചെല്ലുമ്പോൾ അത് നായാണ് പന്നിയാണെന്ന് നിനക്ക് തിരിച്ചറിവ് വരുമ്പോൾ നീ പിന്നെ അത് ഇട്ട് കൊടുക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വചനത്തിൽ നമ്മളിവിടെ വായിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അവ കാൽ കൊണ്ട് അതിനെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാനിടയാകരുത്. प्रभु उनको ये सिखाता है कि जब तू कहीं जाता है और पवित्र वस्तु जब कुत्तों के सामने, सूअरों के सामने जब डालता है, और जब तुझे पता चल जाता है कि ये जो मैं पवित्र वस्तु डाल रहा हूँ वो कुत्ते हैं, वो सूअर हैं, तो उसके बाद तुझे क्या करना है? वहां नहीं रुकना है। क्यों? क्योंकि वचन ये कहता है कि अगर तुम वहां से हटोगी नहीं तो क्या होगा? कि वे तुम्हें पांवों तले रौंदेंगे और पलट कर तुम्हें फाड़ डालेंगे। നമ്മളാവത് നമ്മുടെ കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കണം. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നു. പക്ഷെ സുവിശേഷം അറിയിച്ചതിന് ശേഷമുള്ള അവരുടെ പ്രതികരണം അക്രമാസക്തമാണെങ്കിൽ, നമ്മുടെ ജീവനെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ, സഹോദരങ്ങളെ സഹോദരിമാരെ, വീണ്ടും മസിൽ പിടിച്ചുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് അവിവേകമാണ്, പരിജ്ഞാനമില്ലായ്മയാണ്. इसमें कोई शक नहीं है कि जहां तक हो सके हमें ज्यादा से ज्यादा लोगों तक सुसमाचार को पहुंचाना है, सुसमाचार को फैलाना है, इसीलिए हमें बुलाया गया है। पर सुसमाचार सुनाने के बाद अगर हमें लगता है कि यहाँ हिंसा हो सकती है, अगर हमारी जान पर बन आ सकती है, तो हमें वहां पर अकड़ दिखाकर दोबारा जाने की जरूरत नहीं है। अगर हम ऐसा करते हैं तो वो हमारी मूर्खता होगी। ചിലരാണെങ്കിൽ അവിടെ മസിൽ പിടിച്ച് നിൽക്കും. ഇത് ഞാൻ ജനിച്ച രാജ്യമാണ്, ഇവിടെ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവവചനത്തെ അടിച്ചു കയറ്റുവാൻ കോണം നമുക്ക് ആർക്കും കഴിയുകയില്ല. കാരണം കർത്താവ് ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തി വചനം ഏറ്റെടുക്കത്തുള്ളൂ. कई बार कुछ लोग अकड़ दिखाते हुए वहीं पर टिके रहते हैं, बोलते हैं ये मेरा भी देश है, मैं यहीं पर पला बड़ा हूँ, मेरे भी यहाँ कुछ अधिकार है, जो मैं बोलने आया हूँ वो बोल कर ही जाऊंगा, सुना कर ही जाऊंगा। मेरे भाइयों और बहनों, आप परमेश्वर के वचन को, सुसमाचार को जबरदस्ती किसी के दिल में नहीं बैठा सकते हैं। जब तक प्रभु किसी का दिल नहीं खोलता है तब तक वचन उसके अंदर नहीं जा सकता है। നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. हमें ये सेवा सौंपी गई है कि हम दूसरों को सुसमाचार सुनाएं और उनके लिए प्रार्थना करें। കൂടെ ജോലി ചെയ്യുന്നവരോട് അതിന്റെ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരുമ്പോൾ അവരോട് സുവിശേഷം പറയുക. അടുത്ത് താമസിക്കുന്നവരോട് അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരുമ്പോൾ അവരോട് സുവിശേഷം പറയുക. ചുറ്റുപാടുമുള്ള സ്ട്രീറ്റിലുള്ളവരോട്, വില്ലേജിലുള്ളവരോട് ദൈവം അതിന് സാഹചര്യം ഒരുക്കി തരുമ്പോൾ പോയി സുവിശേഷം പറയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
जब परमेश्वर सही मौका देता है तो हम साथ में काम करने वालों को सुसमाचार सुनाएं। जब परमेश्वर सही मौका देता है, अपने पड़ोसियों को परमेश्वर का सुसमाचार सुनाएं। जब परमेश्वर सही मौका देता है तो आसपास की गलियों में, आसपास के मोहल्ले में जाकर परमेश्वर के सुसमाचार को सुनाएं। ये काम हमें करना है। അതുവരെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? കർത്താവിന്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് സുവിശേഷം പറയുവാൻ എനിക്കൊരു വഴി ഒരുക്കി തരണമേ. എന്റെ അയൽപക്കത്തുള്ള പടോസികളോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം അങ്ങൊരു മുഖാന്തരം ഒരുക്കി തരണമേ. അടുത്തുള്ള സ്ട്രീറ്റിൽ പോയി സുവിശേഷം പറയുവാൻ തക്കവണ്ണം അങ്ങൊരു വഴി ഒരുക്കി തരണമേ എന്ന് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വഴികൾ ഒരുക്കി തരും. ആ വഴികളിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ട് പറ്റും. वो सही मौका, सही माहौल मिलने तक हमें क्या करना है? हमें बैठकर प्रभु से दुआ करनी है कि प्रभु मेरे लिए एक ऐसा रास्ता निकाल कि मैं अपने पड़ोसी को जाकर सुसमाचार सुना सकूं। प्रभु मेरे लिए एक रास्ता निकाल कि मैं अपने साथ काम करने वालों को सुसमाचार सुना सकूं। प्रभु मेरे लिए एक रास्ता निकाल कि मैं अपने पास की गली या मोहल्ले में जाकर सुसमाचार सुना सकूं। तब हम ये दुआ करेंगे तो प्रभु ऐसा रास्ता हमारे लिए निकालेगा, तब हम जाकर उनको सुसमाचार सुना पाएंगे। അല്ലാതെ ഒരിക്കലും പന്നികളുടെ മുമ്പിലും നായ്ക്കളുടെ മുമ്പിലും കൊണ്ടുവന്നിട്ട് സുവിശേഷം അറിയിക്കുവാനായിട്ട് സഹോദര സഹോദരി പോകരുത്. അഥവാ അങ്ങനെ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് പറയുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം കർത്താവിന്റെ വചനം ആദ്യമേ അത് തടഞ്ഞിരുന്നു. उसके अलावा कुत्तों के सामने, सूअरों के सामने जाकर सुसमाचार को, पवित्र वस्तु को फेंकने की जरूरत नहीं है। अगर हम ऐसा करेंगे और उसके बाद हमारे साथ कुछ बुरा होता है तो हम ये नहीं कह सकते कि मैं ये सब कुछ प्रभु के लिए झेल रहा हूं, क्योंकि प्रभु ने तो पहले ही अपने वचन में हमें चेतावनी दे दी है, सिखा दिया है। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വഴികളെ തുറക്കുന്നതിനായി, കർത്താവ് വാതിലുകളെ തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. तो इन दिनों में हम ये प्रार्थना करें कि प्रभु रास्ते खोले, प्रभु दरवाजे खोले। നമുക്കറിയാം സഹോദരങ്ങളെ, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ മെസ്സേജുകളുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കുന്ന ഈ പീഡകരായിരിക്കുന്ന മനുഷ്യർ, അവരുടെ കയ്യിലുള്ള ഫോണുകളിൽ ഇന്റർനെറ്റ് ഉണ്ട്. അവർ പോലും അറിയാതെ ദൈവത്തിന് അവരോട് സംസാരിക്കുവാനുള്ളത് അവരുടെ ഫോണിൽ ദൈവം എത്തിക്കും. भाई और बहनों, अगर आप आंसुओं के साथ प्रार्थना करेंगे, प्रभु के सामने अगर आप सच्चे दिल से प्रार्थना करेंगे, तो आपको पता है कि आपके पास में फोन है, फोन के अंदर बहुत सारे संदेश होते हैं। जो लोग आपको सताते हैं, आपका विरोध करते हैं, उनके पास में भी फोन है। अगर आप दुआ करेंगे, परमेश्वर उनकी जानकारी के बिना उन्हीं संदेशों के द्वारा परमेश्वर उनसे बात कर सकता है। ഈ ദിവസങ്ങളിൽ വരുന്ന വലിയ വാർത്തകൾ ഞാൻ കേൾക്കുന്നത്, നിങ്ങളും കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നോർത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞാല് സുവിശേഷ വിരോധികളുടെ നാടാണ്, രാജ്യമാണ്. അവിടെ സുവിശേഷം പറയുവാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഇറാന്റെ ചില ഭാഗങ്ങൾ, അവിടെയൊക്കെ ചിലരെ ദർശനത്തിൽ കർത്താവ് ചിലരോട് ഇടപെടുന്നു. കർത്താവിനെ ദർശനത്തിൽ അവരെ കാണിക്കുന്നു. അവർ കർത്താവിനെ അന്വേഷിച്ച്, ബൈബിളിനെ അന്വേഷിച്ച് പലരുടെ അടുക്കലേക്ക് പോകുന്നതായിട്ട് ഈ നാളുകളിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. इन दिनों में मैं बड़ी खबरें सुन रहा हूँ, शायद आपने भी सुनी होंगी कि उत्तरी कोरिया और ईरान, उत्तरी कोरिया जो सुसमाचार का विरोधी देश है, वहां पर, और ईरान के कुछ इलाके, वहां पर प्रभु दर्शन में अपने कुछ लोगों के पास में आता है, और वो लोग अब परमेश्वर को ढूंढते हुए, बाइबल को ढूंढते हुए खोज रहे हैं। इस तरह से परमेश्वर उनकी जिंदगी में दर्शनों के द्वारा सीधे काम कर रहा है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില വ്യക്തികളെ നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവിനോട്, കർത്താവേ, ആ വ്യക്തിയോട് എനിക്കൊന്ന് സുവിശേഷം പറയുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അതിനൊരു വഴി ഒരുക്കി തരണമേ, അതിനൊരു മുഖാന്തരം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ ആ വ്യക്തി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് കർത്താവിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഒരു बाइबल और कॉपी निങ്ങളോട് ചോദിക്കും. परमेश्वर के जनों में अपने दिल की बात आपको बता रहा हूं। इन दिनों में आप ये प्रार्थना करेंगे, प्रभु मेरे लिए एक रास्ता खोल कि मैं अपने प्रियजन के लिए, मैं उसको जाकर सुसमाचार सुना सकूं। अपने प्रियजन के लिए प्रार्थना करें, अपने दोस्त के लिए प्रार्थना करें, अपने गांव की किसी व्यक्ति को अपने दिल में देखते हुए उसके बारे में आप प्रार्थना करें। और मैं कहना चाहता हूं, इन दिनों में या तो वो आकर आपसे प्रभु यीशु के बारे में पूछेगा, या फिर आपसे सुसमाचार की एक प्रति या फिर एक बाइबल आपसे मांगेगा। നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, ദൈവസഭയ്ക്കെതിരെ ഉപദ്രവം ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നാളുകൾ അവരുടെ കഠിന ഹൃദയങ്ങളെ തുറക്കുവാൻ തക്കവണ്ണം, അവരുടെ കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. आप जिस जगह पर रहते हैं उस जगह के लिए प्रार्थना करें, वहां के शासकों के लिए, अधिकारियों के लिए प्रार्थना करें,
जो कलीसिया के खिलाफ सताव करते हैं, विरोध करते हैं, उनके लिए आप प्रार्थना करें। और इन दिनों में परमेश्वर उनके कठोर हृदयों को नरम बना सकता है, उनको प्रभु छू सकता है। അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്റർനെറ്റിലൂടെ ഒക്കെ ഇഷ്ടംപോലെ ദൈവ വചനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഫോണിൽ എന്തെങ്കിലും നോക്കുമ്പോൾ പെട്ടെന്ന് വേറെ ഓരോരോ വീഡിയോകൾ വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഈ വ്യക്തികളൊക്കെയും കൈകളിൽ ഫോണുകളുണ്ട്, അവർക്ക് ലാപ്ടോപ്പുകളുണ്ട്. അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ മെസ്സേജുകൾ അവർക്ക് സ്വയം കേൾക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഏത് അടച്ചു പൂട്ടിയ വീടിനുള്ളിലും കൊട്ടാരത്തിന്റെ ഉള്ളിലും കർത്താവിന്റെ വചനത്തെ എത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. और इतना ही नहीं, इंटरनेट पर मैंने बताया बहुत सारे संदेश आ रहे हैं, और परमेश्वर, हम जानते हैं कि इन लोगों के पास में भी मोबाइल है, उनके पास में लैपटॉप है। हम भी जानते हैं कि जब हम मोबाइल पे, लैपटॉप पे कुछ देखते हैं तो अलग अलग वीडियोस हमारे सामने आते रहते हैं। तो परमेश्वर उनसे भी, उन वीडियोस के द्वारा, अपने संदेशों के द्वारा बात कर सकता है। चाहे कितना भी बड़ा महल क्यों ना हो जिस पे ताला लगा है, ऐसे किसी भी बंद दरवाजे के अंदर भी परमेश्वर अपना वचन, अपना सुसमाचार पहुंचा सकता है। ഞാൻ എൻ്റെ വാക്കുകളെ 2 മിനിറ്റിനുള്ളിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഗൈഡ് ചെയ്യാതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിയോഗം തരാതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരാതെ, ഹല്ലേലൂയ, നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ഒരിക്കലും വിശുദ്ധമായ വസ്തുവിനെ പന്നിയുടെ മുമ്പിലോ അതുപോലെ തന്നെ നായ്ക്കളുടെ മുമ്പിലോ എറിഞ്ഞു കൊടുത്ത് അതിന്റെ ആക്രമണത്തിന് ഇരയാകുവാൻ തക്കവണ്ണം ഇടയാകരുത്. मैं 2 मिनट में समाप्त करना चाहता हूं अपने शब्दों को। मैं कहना चाहता हूं कि जब तक प्रभु आपकी अगुवाई न करे, परमेश्वर का आत्मा आपको प्रेरणा न दे, तब तक अपनी बुद्धि के सहारे कुत्तों के सामने, सूअरों के सामने पवित्र वस्तु को डालने की कोशिश ना करें। ആ സ്വഭാവമുള്ളവരെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കും. ഒരു പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാകാം. അവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്ക്. ഒരു പക്ഷേ ദൈവം അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങളെക്കാൾ അധികം തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയാക്കി ആ വ്യക്തിയെ മാറ്റി ആ വ്യക്തി മൂലം ആ ദേശത്തെ ദൈവത്തിന് വിടുവിക്കുവാനായിട്ട് കഴിയും. हो सकता है ऐसी आदत वाला कोई व्यक्ति आपके आसपास रहता हो, आप उसको जानते हो। ऐसी आदत वाले व्यक्ति को प्रभु के हाथों में सौंपें, और जब प्रभु उसको छुएगा तो ये भी हो सकता है कि प्रभु उसको आने वाले दिनों में आपसे भी बड़े उत्साह से भरकर, आपसे भी बड़े सामर्थ्य से भरकर परमेश्वर उसे बड़ी बहुतायत से इस्तेमाल कर सकता है। അതുകൊണ്ട് ആ വ്യക്തികൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ അതിന്റെ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ ഉപവസിച്ചത് കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കർത്താവ് വഴികളെ തുറന്ന് ആ വ്യക്തിയെ വിടുവിച്ചു. ആ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. അതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. तो ऐसे व्यक्तियों के लिए उपवास करें, प्रार्थना करें, और जब वो उद्धार की ओर आएगा तो उसका प्रतिफल आपको भी परमेश्वर की ओर से मिलेगा, क्योंकि आपने उपवास रखा, आपने प्रार्थना की। आपके उपवास और प्रार्थना के द्वारा वो व्यक्ति प्रभु में आया, उसके द्वारा उस जगह पर परमेश्वर की आशीषें आई, उसका प्रतिफल आपकी जिंदगी में भी आएगा। നിങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് ആ വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് ഒന്നിച്ച് ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് ഇടയാകും. जब आप एक साथ बैठकर, एक दिल और एक मन के साथ में आप इन विषयों के लिए प्रार्थना करेंगे तो परमेश्वर अपना काम इन विषयों पर करेगा। നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം. हम अपने सिरों को प्रभु की उपस्थिति में झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ അങ്ങ് മഹിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്, അങ്ങേ ഞങ്ങൾ എങ്ങനെ സേവിക്കണമെന്ന്, മുന്നോട്ടുള്ള നാളുകളിൽ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞങ്ങൾ എങ്ങനെ നിൽക്കണമെന്ന് അങ്ങയുടെ പരിശുദ്ധ വചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നുവല്ലോ കർത്താവേ. ഇന്നത്തെ രാത്രിയിലും അങ്ങയുടെ ജനത്തോട് ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഹൃദയങ്ങളോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ അപ്പ. മുന്നോട്ട് നടത്തുമാറാകണമേ. ആ ദേശത്തെ കർത്താവ് വിടുവിക്കണമേ അപ്പ. സഭയ്ക്കെതിരെ നിൽക്കുന്ന ഉപദ്രവകാരികളെ ഹൃദയങ്ങൾക്കുള്ളിൽ മാനസാന്തരം കൊടുത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണമേ അപ്പ. ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സഭയെ ഉപദ്രവിക്കുന്ന ചിലരെ ഈ നാളുകളിൽ കർത്താവേ അങ്ങയുടെ ആത്മാവ് രൂപാന്തരത്തിലേക്ക് നയിച്ച് കർത്താവിന്റെ സഭയുടെ വ്യക്താക്കളാക്കി മാറ്റുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങയുടെ ദാസനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവന്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശുശ്രൂഷിപ്പാൻ അടിയനോട് കൂടെ ആരുടെ കൈത്താങ്ങായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവസഭയെ കർത്താവെ ബലപ്പെടുത്തുമാറാകണമേ. ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ നാമ മഹത്വത്തിന് വേണ്ടി നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശേഷം ദൈവജനത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ ദാസീദാസന്മാർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് അങ്ങയുടെ നാമ മഹത്വത്തിനായി അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചാണ് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു.
आइए हम प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु। एक और मौका आपने हमें दिया प्रभु जी, हम आपका धन्यवाद करते हैं प्रभु। आपके पवित्र वचन को सीखने का प्रभु जी, उसके गूढ़ रहस्यों को समझने का प्रभु एक और मौका आपने हमें दिया, हम आपका धन्यवाद करते हैं प्रभु। प्रभु इन दिनों में हमारी मदद कर परमेश्वर की, हम दूसरों को नहीं खुद को जांचने वाले बनने पाए प्रभु। दूसरों की कमियां नहीं प्रभु, खुद की कमियां देखने वाले बनने पाए, ताकि हम धीरे धीरे करके परमेश्वर आपके स्वरूप में बदलते जाएं, आपकी समानता में हम बदलते जाएं परमेश्वर, आपके डील डोल तक हम बढ़ते जाएं प्रभु जी। ऐसा एक अनुग्रह इन दिनों में हम पर दे प्रभु, हम प्रार्थना करते हैं। जैसे हमने वचन में सुना प्रभु, पवित्र वस्तु परमेश्वर, जब आप अगुवाई देते हैं परमेश्वर, जब आप हमें प्रेरणा देते हैं प्रभु, आपकी अगुवाई के अनुसार परमेश्वर आपका सुसमाचार, आपका वचन दूसरों तक पहुंचाने का अनुग्रह हमें दे प्रभु। हम धन्यवाद करते हैं आपके सामर्थ्य वचन के लिए प्रभु, आपके दास के लिए धन्यवाद। उन्हें और भी बहुतायत से इस्तेमाल कर, और भी अधिक अपने प्रकाशनों से अपनी सामर्थ्य पर आए हुए सारे आपके दासों को, दासियों को, आपके बच्चों को हम आपके हाथों में सौंपते हैं प्रभु। यह वचन हम सबकी जिंदगी के लिए एक बड़ी आशीष का, छुटकारे का, आजादी का कारण बनने पाए प्रभु। हमारी सेवकाई में एक बड़ी आजादी आने पाए प्रभु जी। एक आजादी के साथ प्रभु हम सेवकाई करने पाए परमेश्वर। ऐसा एक अनुग्रह हम में से हर एक पर उंडेल प्रभु। इस अच्छी संगति के लिए हम आपका धन्यवाद करते हैं, आपकी उपस्थिति के लिए धन्यवाद प्रभु। आए हुए सब लोगों को हम आपके हाथों में देते हैं। बहुत आय से आशीष दे प्रभु, अपनी महिमा के लिए हर एक को इस्तेमाल कर, हर एक की जरूरतों में साथ। सारी बातों के लिए धन्यवाद। हमारी प्रार्थना